കഴിഞ്ഞ വർഷം വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്താണ് ഞാൻ കൊട്ടിയൂരിനെ പറ്റി കൂടുതലായി കേട്ടതും അറിഞ്ഞതുമൊക്കെ. അപ്പോൾ അന്ന് തീരുമാനിച്ചതാണ് മണ്ണും മനുഷ്യനും മഴയും പുഴയും ദൈവവും എല്ലാം ഒന്ന് ചേരുന്ന ഈ സുന്ദരമായ ഇടം ഒന്ന് സന്ദർശിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഈ വർഷം ജൂൺ 8 അതിരാവിലെ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും പുറപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്താണ് നേരെ ചെന്നെത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് വളപട്ടണം പുഴയാണ്. ശാന്തമായി ഈ പുഴയിലൂടെ ഒരു ഉല്ലാസ നൗക അങ്ങനെ ഒഴുകി നടക്കുന്ന ഈ കാഴ്ച കാണുന്നത് വളപട്ടണം പാലത്തിന് മുകളിൽ നിന്നിട്ടാണ്. ഈ പുഴയുടെ തീരത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വടക്കൻ മലബാറിലെ പ്രശസ്തമായിട്ടുള്ള മുത്തപ്പൻ ക്ഷേത്രം. ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ കൊട്ടിയൂർക്ക് പുറപ്പെടാം എന്നുള്ള തീരുമാനത്തിലാണ്. ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷം അങ്ങോട്ട് നടന്നു. അന്നദാനത്തിൽ പങ്കെടുത്ത ശേഷം ഞങ്ങളൊരു ബോട്ട് യാത്രയൊക്കെ നടത്തി. കേരള ടൂറിസം വകുപ്പ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഒരു കെട്ടുവള്ളവും ചെറിയ ബോട്ടുകളും ഒക്കെ ആയിട്ട് വിനോദസഞ്ചാരികൾക്ക് ഒരു ബോട്ട് യാത്രയൊക്കെ സജ്ജാക്കിയിട്ടുണ്ട്. 1-2 വർഷമായിട്ട് എഴുതു തുടങ്ങിയിട്ട്. ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെല്ലാം ഈ ഒരു ബോട്ട് യാത്ര കൂടി ഒന്ന് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങളും അതുപോലെ ഈ ഒരു ബോട്ടിൽ കയറി വളപട്ടണം പുഴയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ ദീപാരാധനയുടെ സമയത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. സ്വർണ്ണപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിനകത്ത് നല്ല തിരക്ക് അനുഭവപ്പെട്ടു. കൊട്ടിയൂർ സന്ദർശിക്കുന്ന മിക്കവാറും പേര് ഇവിടെയും വരാറുണ്ട്. പിറ്റേന്ന് രാവിലെ 6:30 കൊട്ടിയൂർക്ക് പുറപ്പെട്ടു. 2.5 മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ട്. പക്ഷേ റോഡ് നല്ല റോഡായിരുന്നു. റോഡിന് ഇരുവശവും നല്ല പച്ച പുതച്ച് കിടക്കുന്ന ഒരു ഭൂപ്രദേശം. കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമാണ് കൊട്ടിയൂർ. ഫോറസ്റ്റ് ഏരിയയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. ഇത് വയനാട് ജില്ലയിലെ മാനന്തവാടിക്കൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും. ഈ ഒരു യാത്രക്കിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കൊരു ചെറിയ ടീ ഷോപ്പ് കണ്ടു. അവിടെ വണ്ടി നിർത്തി. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചായക്കടകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കട. അവിടെ കഴിക്കാൻ വെള്ളപ്പം, പുട്ട്, കടല ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പുട്ടും കടലയാണ് വാങ്ങിയത്. നല്ല ആവി പറക്കുന്ന രുചിയുള്ള പുട്ടിലേക്ക് ചൂടോട് കൂടിയിട്ട് കടല ഒഴിച്ച് കഴിക്കുമ്പോൾ പുറത്ത് ചനുവിനായെന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. നൊസ്റ്റാൾജിക് ഫീലുള്ള ആ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഏറെ വളവുകളുള്ള റോഡാണെങ്കിലും യാത്ര നല്ല ആസ്വാദ്യകരമായിരുന്നു. അമ്പലത്തിനോട് അടുക്കും തോറും ഇതുപോലെ തോർത്തുമുണ്ടുകൾ വിൽപ്പനയ്ക്കായിട്ട് വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടു. ഒപ്പം കുപ്പിവെള്ളമുണ്ട്. അല്ലാതെ കാര്യമായ കച്ചവട സ്ഥാപനങ്ങളൊന്നും റോഡിൻ്റെ ഇരുവശവും ഇല്ല. താൽക്കാലികമായിട്ടുണ്ടാക്കിയ ചില ഷെഡുകളും ഒക്കെ കാണാൻ കഴിഞ്ഞു. തീർത്തും വിജനമായ ഒരു പ്രദേശമാണിവിടം. പക്ഷേ ഈ ഒരു മാസക്കാലം നല്ല തീർത്ഥാടകരുടെ തിരക്കുണ്ട്. അതിൻ്റെ ഒരു ബഹളം നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വാഹനത്തിനൊക്കെ വളരെ പതുക്കെ മാത്രമേ നീങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂറോളം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് സഞ്ചരിക്കാൻ കഴിഞ്ഞത്. ഈ ഹരിതാഭഭൂമിക്ക് പോറൽ വരുത്തിക്കൊണ്ട് മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ പരസ്യ ബോർഡുകളായിട്ട് ഇവിടെയും ഉയർന്നു തുടങ്ങി എന്നുള്ളത് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒറ്റപ്പെട്ട ഇത്തരം ചില നിർമ്മിതികൾ കൂടെ കാണാൻ കഴിഞ്ഞു. 10 മണിയോട് കൂടിയിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി. ഇക്കര കൊട്ടിയൂർ എന്ന സ്ഥിരം ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അക്കര കൊട്ടിയൂർ എന്ന ഈ ഒരു ഉത്സവകാലത്ത് മാത്രം തുറക്കുന്ന, ഒരു മാസക്കാലം മാത്രം ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള അക്കര കൊട്ടിയൂർ എന്ന ക്ഷേത്രമുള്ളത്. ഉത്സവങ്ങൾക്ക് സാധാരണമായിട്ടുള്ള താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങൾക്കിടയിലൂടെ നടന്ന് ഞങ്ങൾ ബാവലിപ്പുഴയുടെ തീരത്തെത്തി. കലങ്ങി മറിഞ്ഞ പുഴയുടെ മീതെയുള്ള പാലത്തിലൂടെ അക്കരയും എത്തി. വളപട്ടണം പുഴയുടെ കൈവഴിയായിട്ടുള്ള ബാവലിപ്പുഴയുടെ ഈ ഒരു ഭാഗത്ത് അധികം ആഴമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന മുതിർന്നവരെയും കുട്ടികളെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. അവധി ദിവസമായതിനാലാവാം നല്ല ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരും പിന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാനന ഭംഗി അല്ലെങ്കിൽ ഈ ഒരു ശാന്തമായ പ്രകൃതിയെ അധികം താമസിക്കാതെ മനുഷ്യൻ്റെ കാരാളഹസ്തങ്ങൾ വികൃതമാക്കും. അത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. അതിൻ്റെ തെളിവാണ് അറിഞ്ഞും കേട്ടും ഓരോ വർഷവും ഇങ്ങനെ കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജനക്കൂട്ടം.
അപ്പോൾ അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പുഴയുടെ അരികിലെത്തും, ഒരു ചെറിയ പുഴയുടെ. അത് ഈ വാവലിപ്പുഴയുടെ ഒരു ഇടപ്പുഴയാണത്രേ. ആ പുഴ കടക്കാനായിട്ട് ഒരു താൽക്കാലികമായിട്ടൊരു തടയണ ഉണ്ടാക്കിയിട്ടുണ്ട്, ചാക്കിൽ മണ്ണ് നിറച്ചിട്ട്. അത് ഈ ഒരു ഉത്സവത്തിന് ശേഷം ഒലിച്ചു പോകും. ഇനി മഴ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ശക്തമായ മഴ വരുന്നതോട് കൂടിയിട്ട് ഒലിച്ചു പോകുന്ന തരത്തിലുള്ളതാണ്. തൊട്ടടുത്തൊരു ചെറിയ പാലവും ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട പുഴ മുതൽ ക്ഷേത്രം വരെ നീളുന്ന വലിയൊരു ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4-5 മണിക്കൂർ നിന്നാലേ ക്ഷേത്രത്തിൽ എത്താൻ കഴിയൂ എന്നതുകൊണ്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കാതെയാണ് പോകുന്നത്. പുഴ കടന്നു കഴിഞ്ഞാലും വെള്ളത്തിലൂടെ ചവിട്ടി വേണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താൻ. ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. തീർത്തും പ്രകൃതി തന്നെയാണ് ഇവിടെ ക്ഷേത്രം. ഉത്സവശേഷം മണ്ണിലലിഞ്ഞു ചേരുന്ന ഓല കൊണ്ടുണ്ടാക്കിയ ഈ പർണശാലയ്ക്കുള്ളിലാണ് പ്രതിഷ്ഠ. ഇങ്ങനെ ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് ആ പ്രതിഷ്ഠയ്ക്ക് അടുത്ത് നിന്ന് തൊഴുകാൻ കഴിയുകയുള്ളൂ. അന്വേഷിച്ചു ചെന്നാൽ ഒരുപാട് ഐതിഹ്യ കഥകളിൽ നമ്മളെത്തും. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂര് എന്നാണ് പ്രധാനമായും പറയുന്നത്. ദക്ഷൻ തൻ്റെ മകളായ സതീദേവി ശിവനെ വിവാഹം കഴിച്ചതിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ത്രിലോകവാസികളെയും വിളിച്ചു നടത്തിയ അതിഗംഭീരമായ ഒരു യാഗത്തിലേക്ക് ശിവനെയും സതീദേവിയെയും ക്ഷണിച്ചില്ലെങ്കിലും സതീദേവി എത്തി. പക്ഷേ ശിവനെ ആവുന്ന വിധത്തിലൊക്കെ അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത തൻ്റെ അച്ഛൻ്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. ഇതറിഞ്ഞ ശിവൻ താണ്ഡവ നൃത്തമാടുകയും തൻ്റെ ജട പറിച്ചെറിയുകയും ചെയ്തു. ആ ജടയിൽ നിന്ന് വീരഭദ്രൻ സൃഷ്ടിക്കപ്പെട്ടു. വീരഭദ്രൻ ദക്ഷനെ വധിച്ചു. യാഗം മുടങ്ങി. യാഗം മുടങ്ങിയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയിട്ട് ബോധവാന്മാരായിട്ടുള്ള ദേവന്മാർ ശിവൻ അടുക്കൽ ചെന്നിട്ട് ദക്ഷന് പുനർജീവൻ കൊടുക്കണമെന്ന് യാചിച്ചു. അപ്പോൾ ഈ ഒരു യാചന കേട്ട ശിവൻ ദക്ഷന് പുനർജീവൻ കൊടുക്കുകയും യാഗം മുഴുമിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തു. പിന്നീട് ഇവിടം കാടുപിടിക്കുകയും കുറിച്യരുടെ ആവാസ കേന്ദ്രമാവുകയും ചെയ്തു. അതിനുശേഷം ദേവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇവിടം ഉത്സവം പിന്നീട് പുനരാരംഭിക്കുകയാണ് അത്രേ ഉണ്ടായത്. ഈ ഒരു പ്രദേശം ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്ന ഒരു ചരിത്രവാദം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്ര വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവം നടത്തിപ്പിന് ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കുമൊക്കെ ആദിവാസി മുതൽ നമ്പൂതിരി വരെ അവകാശികളുണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഈ ഒരു മാസക്കാലം അവർക്ക് താമസിക്കുവാനുള്ള പർണശാലകളെ അവർക്ക് താമസിക്കാനുള്ള ഇടങ്ങളാണ് ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നമ്മൾ ഈ കാണുന്ന കുടിലുകൾ. ഈ വെള്ളത്തിലൂടെ നടന്നിട്ടാണ് നമ്മൾ തൊഴുകേണ്ടത്. തിരുവിഞ്ചിറ എന്നറിയപ്പെടുന്ന ഈ വെള്ളം വാവലിപ്പുഴയിൽ നിന്ന് ഈ ഉത്സവകാലത്ത് തുറന്നു വിടുന്നതാണ്. മനം നിറയ്ക്കുന്ന അക്കരെ കൊട്ടിയൂരിലെ കാഴ്ചകളോട് വിട പറഞ്ഞ് വാവലിപ്പുഴ മുറിച്ചു കടന്ന് ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് തിരിച്ചു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ നടയ്ക്കടുത്ത് വെച്ചിട്ട് ഒരു അനുഭവം ഉണ്ടായി. അത് ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്താൻ പറ്റാവുന്നത് പോലെ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണം. തിരിച്ചു നടക്കുമ്പോൾ നുകർന്ന മുളയരി പായസത്തിൻ്റെ മാധുര്യം വിശപ്പിന് താൽക്കാലിക ആശ്വാസം നൽകി. ഈ ഒരു ഉത്സവകാലം ഈ പ്രദേശത്തുള്ളവർക്ക് ഒരു വരുമാന കാലഘട്ടം കൂടിയാണ്. വിൽപ്പനയ്ക്കായി ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഓടപ്പൂവാണ്. അതായത് കൊട്ടിയൂരിലെ പ്രസാദമായിട്ട് കരുതുന്ന ഒരു വസ്തുവാണിത്. ദക്ഷൻ്റെ താടിയാണെന്നാണ് വിശ്വാസം. ഇത് വീട്ടിലും വാഹനത്തിലുമൊക്കെ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഐശ്വര്യം വരുമെന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു പൂവിന് 80ഉം 100ഉം ഒക്കെ വില വരുന്നുണ്ട്. ഇത് കാട്ടിൽ പോയി ഓട കൊണ്ടുവന്ന് അത് ചതച്ചുണ്ടാക്കുന്നതാണ് ഈ ഓടപ്പൂവ്. ഇത് ഈ തദ്ദേശവാസികൾക്ക് നല്ല ഒരു വരുമാന മാർഗ്ഗമാണ് ഈ ഒരു സമയത്ത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തു നിന്നും നേരെ എതിർവശത്തായിട്ട് 1/2 കിലോമീറ്ററോളം നടക്കണം ഇക്കരെ കൊട്ടിയൂരിലേക്ക്. ഈ ഒരു വഴിയുടെ ഇടതുവശത്തായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു വലിയ സർപ്പക്കാവാണുള്ളത്. ഇന്നേ വരെ മനുഷ്യന്മാർ തീണ്ടാത്ത ഒരു പ്രദേശം. ധാരാളം വള്ളികുടിലാരങ്ങളും ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ജീവികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഇവിടം. അക്കരെ കൊട്ടിയൂരിൽ പൂജയും മറ്റും നടക്കുന്ന ഈ ഒരു മാസക്കാലം ഇക്കരെ കൊട്ടിയൂർ അടഞ്ഞു കിടക്കും. എന്നാലും അക്കരെ കൊട്ടിയൂരിൽ എത്തുന്നവർ മിക്കവാറും ഇക്കരെ കൊട്ടിയൂരും കൂടെ സന്ദർശിക്കാറുണ്ട്. തിങ്ങി നിറഞ്ഞ ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭീതി തോന്നുന്ന ആ ഒരു സംഭവം ഉണ്ടായത്. മുന്നിൽ നിന്ന് ആരോ പാമ്പ് എന്ന് വിളിച്ചു പറയുന്നു. പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് നിന്നു. നോക്കിയപ്പോൾ ചെറിയ പാമ്പ്.
വെള്ളയും കറുപ്പും വരകൾ ഇടവിട്ട് ഒരേ വലിപ്പത്തിലുള്ള വരകൾ. വെള്ളിക്കട്ടൻ, നമ്മുടെ നാട്ടിൽ കാണുന്ന വെള്ളിക്കട്ടനെ പോലെയോ ചുമർപ്പാമ്പിനെ പോലെയോ എന്നും പറയാം, പക്ഷേ ആ പാമ്പല്ല, അതുപോലെയല്ല. ഇന്നേ വരെ ഞാൻ ഇത് കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു പാമ്പിനെ. ഇത് എന്ത് തരം പാമ്പാണെന്ന് അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിനെ ചവിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ ഇനത്തിൽപ്പെട്ടതായിരുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥ ഇപ്പോഴും പേടി തോന്നുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടം സന്ദർശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഫോറസ്റ്റ് ഏരിയയുടെ അടുത്ത ഭാഗമാണ്. കൊട്ടിയൂർ കൂടെ സന്ദർശിച്ച ശേഷം ഞങ്ങൾ മടങ്ങി.